തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ ചേരുന്നുണ്ട് നാഗർകോവിലിൽ നിന്ന്. അലക്സ്, ഈ അല്പസമയം മുൻപ് കൂടി പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നുണ്ടല്ലോ, പുതിയ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി RPF-നെ ബന്ധപ്പെടുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സംശയത്തിലാണ്, എന്തൊക്കെ നിഗമനങ്ങളിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്? അലക്സ്, അദ്ദേഹത്തിന്റെ പുതിയ പ്രതികരണത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പെൺകുട്ടി എത്തിയിരുന്നതായി പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ കുട്ടി കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് അതേ ട്രെയിനിലേക്ക് തന്നെ കയറി എന്നാണ് കേരള പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പിന്നീട് കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ചോദ്യം. ആ ട്രെയിൻ കന്യാകുമാരിയിലേക്കാണ്, അതുകൊണ്ട് കന്യാകുമാരിയിലേക്ക് കുട്ടി എത്തിയിരിക്കാമെന്നുള്ള നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തിരച്ചിൽ നടക്കുകയാണ്. പക്ഷേ കന്യാകുമാരിയിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് CCTV ദൃശ്യങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കുട്ടിയുടെ എന്നതുകൊണ്ട് തന്നെ മറ്റ് സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ് പോലീസ്. ഇപ്പോൾ അവിടെ വിവേക് എക്സ്പ്രസിൽ കുട്ടി യാത്ര തിരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഇന്നലെ അവിടെ വൈകിട്ട് അവിടെ നിന്നെടുത്ത വിവേക് എക്സ്പ്രസിൽ ആ ഒരു സാധ്യത പരിശോധിക്കുന്നു. മറ്റൊന്ന്, കുട്ടി അവിടെ എത്തിയ ട്രെയിൻ, ഈ ട്രെയിൻ കന്യാകുമാരിയിൽ എത്തി 2 മണിക്കൂറിന് ശേഷം അത് ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനായി മാറും. അങ്ങനെയെങ്കിൽ കുട്ടി അതേ ട്രെയിനിൽ തന്നെ ഇനി ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടോ? അങ്ങനെ അക്കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ കുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? ഉന്മേഷ, സുപ്രധാനമായ വിവരം നമ്മൾ നേരത്തെ പങ്കുവച്ചത് തന്നെയാണ്. അത് നേരത്തെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുപോലെ, അത് കഴക്കൂട്ടത്തു നിന്നുള്ള ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയതുപോലെ കുട്ടിയുടെ ദൃശ്യങ്ങൾ നാഗർകോവിലിലെ CCTV ദൃശ്യങ്ങളിലുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 മിനിറ്റ് സമയത്താണ് ഈ ഐലൻഡ് എക്സ്പ്രസ് ഇവിടേക്ക് എത്തുന്നത്. കുട്ടി 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ കുട്ടി ഇറങ്ങുന്നുണ്ട്. കുട്ടി ഇറങ്ങി ഈ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്തതിന് ശേഷം കുട്ടി അതേ ട്രെയിനിൽ തന്നെ തിരികെ കയറി എന്നുള്ളതാണ് ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയത്, അതായത് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ 4-അംഗ സംഘം ഈ RPF-ന്റെ ഓഫീസിലേക്ക് എത്തി. അവർ വ്യക്തമാക്കിയത് വിദൂരതയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, അതായത് ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. കുട്ടിയുടെ മുഖം വ്യക്തമല്ല, പക്ഷേ കുട്ടി ധരിച്ചിരുന്ന വസ്ത്രങ്ങളാണ്. അത് ഫോട്ടോയിൽ കണ്ടതുപോലെയുള്ള കുട്ടിയുടെ രൂപവും മറ്റുമൊക്കെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് കുട്ടിയല്ലാതെ മറ്റാരുമല്ല എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിച്ചതുമാണ്. അതിനുശേഷം ആ കുട്ടി ഈ കന്യാകുമാരിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അവർ വന്നത് ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെടാനാണ്. കമ്മീഷണർ, അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഔദ്യോഗികമായി തമിഴ്നാട് RPF-നോട് ഇതുമായി ബന്ധപ്പെട്ട ഈ ദൃശ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. അത് ചോദിച്ച് ഇവിടെ നിന്ന് കമ്മീഷണറുടെ മെയിൽ ഇവിടെ ലഭിച്ചതിന് ശേഷം ഇവിടെ നിന്ന് അനുമതി നൽകി അത് മെയിൽ മുഖേന ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയത്. ഇപ്പോൾ അതിനുശേഷം അവർ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. മറ്റിടങ്ങളിലെ പരിശോധന കൂടി, അതായത് ഈ കുഴിത്തുറ പോലുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നേരത്തെ ഒരു ഘട്ടത്തിൽ പരിശോധന നടത്തി, ഒരു ആദ്യഘട്ട പരിശോധന CCTV ദൃശ്യങ്ങളുടെ പരിശോധന നടത്തിയിരുന്നു. അവിടെ വീണ്ടും ഒരുപക്ഷെ ഒന്നുകൂടി പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഉന്മേഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സുപ്രധാനമായ ലീഡ്, ഒരു സുപ്രധാനമായ സൂചന, കന്യാകുമാരിയിൽ കുട്ടി പോയിട്ടില്ല എന്നായിരുന്നു നേരത്തെ അനുമാനമെങ്കിൽ അത് അങ്ങനെയല്ല. കാരണം അവിടുത്തെ ദൃശ്യങ്ങളിൽ കുട്ടിയുടെ മുഖമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അനുമാനത്തിലേക്ക് പോലീസ് എത്തിയത്. പക്ഷേ അത് അങ്ങനെയല്ല. കുട്ടി ഇവിടെ നിന്ന് നാഗർകോവിൽ വഴി പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരമായി ഈ ഘട്ടത്തിൽ കേരള പോലീസിന് തന്നെ, അതായത് കഴക്കൂട്ടത്തെ അന്വേഷണ സംഘത്തിന് തന്നെ വ്യക്തമായത് മനസ്സിലാകുന്നത്. അതിനാൽ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള പരിശോധന അത് തുടരും എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് എങ്ങോട്ടേക്കാകാം കുട്ടി പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഉണ്ടായിരുന്നു. രാവിലെ 5:30 മണിക്ക് കുട്ടിയെ കണ്ടതായുള്ള ഒരു മൊഴി ഉണ്ടായിരുന്നു. ആ മൊഴി വിശ്വാസയോഗ്യമാണോ എന്ന് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. കാരണം അത് അത്ര കണ്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല ആ മൊഴി എന്നുള്ളതാണ്. നിമിഷം അലക്സ്, ഇപ്പോൾ അജീഷ് ജയകുമാർ അറിയിക്കുന്നത് 13-കാരി കന്യാകുമാരിയിൽ ഇറങ്ങി. ഇതിന്റെ ദൃശ്യം ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അജീഷ് ജയകുമാർ അതിന്റെ CCTV ദൃശ്യങ്ങൾ, കുട്ടി കന്യാകുമാരിയിൽ എത്തിയതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നുവെന്ന് അജീഷ് ജയകുമാർ അറിയിക്കുന്നുണ്ട്. 3:53 കുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ട്. അതേ വണ്ടിയിൽ തന്നെ തിരിച്ചു കയറി എന്നുകൂടിയുള്ള വിവരം ഇപ്പോൾ സുപ്രധാനമായ വിവരമാണ്. നിർണായക കണ്ടെത്തൽ. അതിന്റെ CCTV ദൃശ്യങ്ങൾ ഇതിനോടകം പോലീസിന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ പോലീസ് ഇപ്പോൾ ശരിയായ പാതയിലൂടെ തന്നെ നാഗർകോവിലിൽ ഇറങ്ങിയ കുട്ടി അതേ ട്രെയിനിൽ വെള്ളം ശേഖരിച്ച ശേഷം തിരിച്ചു കയറുന്നു. തിരികെ കുട്ടിയെ ട്രെയിനിൽ കയറുന്നു. പിന്നീട് കന്യാകുമാരിയിലേക്കാണ് ആ ട്രെയിനിന്റെ യാത്ര.
അങ്ങനെ കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങുന്നു. ഇതിന്റെ ദൃശ്യം കൂടി ഇപ്പോൾ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് അജീഷ് അറിയിക്കുന്നത്. 3:53 കുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയെന്നാണ് അജീഷ് ഇപ്പോൾ അറിയിക്കുന്നത്. എന്നിട്ട് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറി എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അങ്ങനെയെങ്കിൽ ആ ട്രെയിൻ പിന്നീട് 2 മണിക്കൂറിന് ശേഷം ചെന്നൈയിലേക്ക് പോകുന്നതാണ് എന്ന് അജീഷ് ജയകുമാർ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സാധ്യതയാണോ പോലീസ് ഇനി പരിശോധിക്കുന്നത് എന്നത് കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ ആ വിവരത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിരിക്കുന്നു. രാവിലെ മുഴുവൻ കന്യാകുമാരിയിൽ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ തിരച്ചിൽ പരിശോധന ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഇത്തരത്തിൽ ഒരു CCTV ദൃശ്യം കിട്ടിയതായി സൂചനകൾ ഇല്ലായിരുന്നു. അത് പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു അന്വേഷണത്തിൽ. പക്ഷെ ഇപ്പോൾ വരുന്ന സുപ്രധാനമായ ഒരു വിവരം, പെൺകുട്ടി കന്യാകുമാരിയിൽ എത്തി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അജീഷ് ജയകുമാർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അജീഷ്, എന്താണ് പുതിയ വിവരം? ഉന്മേഷ്, ഇതിൽ ഒരു വ്യക്തത വരികയാണ് ഈ കാര്യത്തിൽ. ഇപ്പൊ 13-കാരിയുടെ കാര്യത്തിൽ ഇന്നലെ ഐലൻഡ് എക്സ്പ്രസിൽ നാഗർകോവിലിൽ ഇറങ്ങി വെള്ളമെടുത്ത് അതേ രീതിയിൽ തന്നെ പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലും ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം വെള്ളമെടുത്ത് തിരികെ അതേ ട്രെയിനിൽ തന്നെ കയറി എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. RPF ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പാണ് ഈ ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചത്. 3:53 കന്യാകുമാരിയിലെ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പെൺകുട്ടി ഇറങ്ങുന്നത്. അതിനുശേഷം നാഗർകോവിലിൽ കണ്ടതുപോലെ തന്നെ കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്തിട്ട് തിരിച്ച് അതേ ട്രെയിനിൽ തന്നെ കയറുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ പെൺകുട്ടിയെ അപ്പുറത്തേക്ക് കണ്ടിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഐലൻഡ് എക്സ്പ്രസ് പിന്നീട് 5:50 ഇവിടുന്ന് ചെന്നൈയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ കുട്ടി ചെന്നൈയിലേക്ക് പോയേക്കാമെന്നുള്ളൊരു സാധ്യതയാണ് ഇനി ഉള്ളത്. ഒരുപക്ഷെ ഇനി അടുത്ത ഘട്ടത്തിൽ ഇനി RPF ഉദ്യോഗസ്ഥർ വഴി ഇനി ആ ട്രെയിനിൽ പരിശോധന നടത്തേണ്ടത്, ആ ട്രെയിൻ ഓൾറെഡി തന്നെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് പുലർച്ചെ തന്നെ ആ ട്രെയിൻ എത്തിയിട്ടുണ്ട്. ഇന്നലെ 5:50 എടുക്കുന്ന ട്രെയിൻ രാവിലെ 6 മണിക്ക് ചെന്നൈയിലെത്തും. 12 മണിക്കൂർ യാത്ര മാത്രമാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ട്രെയിൻ ഓൾറെഡി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടി ഒരുപക്ഷെ ചെന്നൈയിൽ എത്തിക്കാണും. അങ്ങനെ ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3:53 ആ പെൺകുട്ടി കന്യാകുമാരി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്നതിന്റെ ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് പോലീസ് വീണ്ടും നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 3:53 ആ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം വീണ്ടും ആ കുപ്പിയിൽ വെള്ളമെടുത്ത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വെള്ളം കുടിച്ച ശേഷം അതേ ട്രെയിനിൽ തന്നെ അതേ കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയിരിക്കാമെന്നുള്ളൊരു സാധ്യതയാണത്. വിവേക് എക്സ്പ്രസ് അസം എന്നുള്ള ഒരു കാര്യമൊക്കെ പോലീസ് തള്ളിക്കളയുകയാണ്. കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയിരിക്കണം എന്നുള്ളൊരു നിഗമനത്തിൽ പോലീസ് എത്തുകയാണ്. ആ ട്രെയിൻ ഓൾറെഡി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു. 12 മണിക്കൂർ മാത്രമാണ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോകേണ്ട സമയം. ഇന്നലെ 5:50 എടുക്കുന്ന ട്രെയിൻ ഇന്ന് പുലർച്ചെ 6 മണിക്ക് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതായത് കേരള പോലീസ് കന്യാകുമാരിയിൽ എത്തുന്ന ആ സമയം തന്നെ ഇന്നലെ വൈകിട്ട് ഇവിടുന്ന് പുറപ്പെടുന്ന ട്രെയിന് ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പുതിയ വിവരം. നിർണായക വിവരമാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത്. അജീഷ്, ഈ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുന്നുണ്ട് കുട്ടി, അതിനുശേഷം അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറുന്നു. അപ്പോൾ ആ ട്രെയിൻ അതിന്റെ മടക്കയാത്ര ഏത് വഴിയാണ്? അത് കേരളത്തിലൂടെ തന്നെ കടന്നുപോയി ചെന്നൈയിലേക്ക് എത്തുന്ന ട്രെയിനാണോ അജീഷ്? ഉന്മേഷ്, അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ അല്ല, അത് തമിഴ്നാട്ടിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണ്. അത് 12 മണിക്കൂർ മാത്രമാണ് അതിൻ്റെ യാത്രാ ദൈർഘ്യം. അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ടിട്ട് വിവരങ്ങൾ ശേഖരിച്ചുകൊള്ളൂ. അജീഷ് ജയകുമാർ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരം, പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. പെൺകുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തി, പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി. നാഗർകോവിലിൽ കുട്ടി ഇറങ്ങി വെള്ളം ശേഖരിച്ച് തിരികെ ട്രെയിനിൽ കയറി. ഇതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി കുട്ടി പിന്നീട് തിരികെ ട്രെയിനിലേക്ക് തന്നെ കയറുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടെ എത്തിയ ആ ട്രെയിൻ, അതായത് ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിയിൽ എത്തിയ ആ ട്രെയിൻ, അത് പിന്നീട് പോകുന്നത് ചെന്നൈയിലേക്കാണ്. കേരളത്തിലൂടെയായിരുന്നു ആ ട്രെയിൻ വന്നത് എങ്കിൽ തിരിച്ച് അതിൻ്റെ യാത്ര എന്ന് പറയുന്നത് ചെന്നൈയിലേക്കാണ്. പക്ഷേ അത് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന ട്രെയിനാണ് ഇട്ടപ്പോൾ മാറും. അങ്ങനെയെങ്കിൽ ആ സാധ്യതയാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്ന. ആ ട്രെയിനിൽ തന്നെ കുട്ടി പോയിട്ടുണ്ടാകും എന്നുള്ള ഒരു സംശയത്തിൽ പോലീസ് ഇപ്പോഴുണ്ട്. പക്ഷേ അത് അവർ സ്ഥിരീകരിക്കുന്നില്ല. ഏതായാലും CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. കുട്ടി കന്യാകുമാരിയിൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതിനുശേഷം ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ കുട്ടി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു. 3:53 പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു. അതിനുശേഷം വീണ്ടും കുട്ടി തിരികെ ആ ട്രെയിനിലേക്ക് തന്നെ കയറിയെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ചെന്നൈയിലേക്കുള്ള ട്രെയിനാണ്. കുട്ടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. അജീഷ് ജയകുമാർ തന്നെ നേരത്തെ അറിയിച്ചത് അവിടെ എത്തുമ്പോൾ തന്നെ ആളുകൾ കയറുന്ന തരത്തിൽ വലിയ തിരക്കുള്ള ഒരു ട്രെയിനാണ് അത്, കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആരുടെയെങ്കിലും കണ്ണിൽ പെടാതെ
കുട്ടി അതിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നോ ഇനി ചെന്നൈയിലേക്ക് എത്തിയെന്നോ അതുമായി ബന്ധപ്പെട്ടൊക്കെ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ അത്തരമൊരു സംശയത്തിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്. ഇതുവരെയും കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ അത്തരമൊരു CCTV ദൃശ്യം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടി അവിടെ എത്തിയോ എന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് സംശയമുണ്ടായിരുന്നു. അജീഷ് ജയകുമാർ തുടരുന്നുണ്ട്. അജീഷ്, പോലീസ് ഇനിയിപ്പോൾ ഏത് തരത്തിലായിരിക്കും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക? അജീഷ്, എന്തായാലും ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് രാവിലെ മുതൽ നടത്തിയ തെരച്ചിലിനിടയിൽ കിട്ടിയ ഏക തുമ്പാണ് ഈ പെൺകുട്ടി ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന ആ ദൃശ്യം. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ ശേഷം കുപ്പിയിൽ വെള്ളമെടുത്ത് വെള്ളം കുടിച്ച ശേഷം ആ പെൺകുട്ടി വീണ്ടും അതേ കമ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കയറിയതിന്റെ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ട്രെയിന് നേരത്തെ ഐലൻഡ് എക്സ്പ്രസ് ബംഗളൂരു വഴി കന്യാകുമാരിയിൽ വരുന്ന വണ്ടിയാണെങ്കിൽ രണ്ടാമത് പോകുമ്പോൾ 5:50 ഇവിടുന്ന് തിരിക്കുന്ന വണ്ടി നാഗർകോവിൽ വഴി വല്ലിയൂർ തിരുനെൽവേലി വഴി പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ചെന്നൈയിലെത്തുന്ന രീതിയിലാണ് ആ ട്രെയിൻ പ്രവർത്തിക്കുന്നത്. അതായത് 12 മണിക്കൂർ സമയം മാത്രമാണ് അതിന്റെ സർവീസ് ഇവിടുന്ന് ചെന്നൈയിലേക്ക് എത്താൻ. അങ്ങനെയാണെങ്കിൽ കേരള പോലീസ് പെൺകുട്ടി അന്വേഷിച്ച് കന്യാകുമാരിയിൽ എത്തുന്ന സമയം തന്നെ ഒരുപക്ഷെ ആ പെൺകുട്ടി ആ ട്രെയിനിലുണ്ടെങ്കിൽ ചെന്നൈയിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ അതിനിടയിലുള്ള ഒരുപാട് റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതിനിടയിലുള്ള 18 റെയിൽവേ സ്റ്റേഷനിൽ ഏതിൽ വേണമെങ്കിലും ആ പെൺകുട്ടി ഇറങ്ങിയിരിക്കാം. എന്തായാലും ഈ അന്വേഷണം വീണ്ടും കൂടുതൽ ദുസ്സഹമാവുകയാണ്. പെൺകുട്ടി കണ്ടെത്താനുള്ള അന്വേഷണം എന്തായാലും കന്യാകുമാരിയിൽ നിന്ന് പുറത്തു പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഈ ട്രെയിനിൽ തന്നെ പെൺകുട്ടി ഉണ്ടായിരിക്കാമെന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത്. കാരണം ഇതിനകത്തേക്കും അല്ലെങ്കിൽ ഈ റെയിൽവേ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഐലൻഡ് എക്സ്പ്രസ് വന്നിറങ്ങുന്നത്. ഈ നാഗർകോവിൽ കണ്ട അതേ കമ്പാർട്ട്മെന്റിൽ തന്നെയാണ് പെൺകുട്ടി ഇവിടെയും പുറത്തിറങ്ങിയത്. ആദ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ആദ്യം രാവിലെ നടത്തിയ പരിശോധനയിൽ അത് വ്യക്തമായില്ലായിരുന്നു. വീണ്ടും രണ്ടാമത് ആ പ്ലാറ്റ്ഫോമിൽ ഏത് കമ്പാർട്ട്മെന്റിലാണ് പെൺകുട്ടിയെ കണ്ടത്, ആ കമ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നത്. ആ പെൺകുട്ടി അതിനകത്ത് ഇറങ്ങി ആ വെള്ളം കുടിച്ച് അകത്തേക്ക് കയറുന്നു. പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റ് CCTV ക്യാമറകളിൽ പെൺകുട്ടിയുടെ മുഖം വ്യക്തമാകുമായിരുന്നു. പുറത്തിറങ്ങിയിട്ടില്ല എന്ന് അത് ഉറപ്പിക്കുന്നു പോലീസ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ വണ്ടിയിൽ കയറി ചെന്നൈയിലേക്ക് പോയിരിക്കാം എന്നൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏതാണ്ട് വീണ്ടും 12 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ 6 മണിക്ക് ചെന്നൈയിലെത്തുന്ന ട്രെയിനാണത്. ഇപ്പോൾ വൈകിട്ട് 6 മണിയായിരിക്കുന്നു. അവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പെൺകുട്ടി പോയിരിക്കാം. ഒരു മഹാനഗരമാണ് ചെന്നൈ. അവിടുന്ന് എങ്ങോട്ട് വേണമെങ്കിലും പെൺകുട്ടി പോയിരിക്കണം. അതിൽ പോലീസിന്റെ അന്വേഷണം കൂടുതൽ അഴിമുട്ട്. എന്തായാലും പോലീസ് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. പെൺകുട്ടി ആ ട്രെയിനിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിരിക്കാം എന്നുള്ളൊരു നിഗമനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ശരി അജീഷ്, ഏതായാലും നിർണായകമായ ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. പെൺകുട്ടിയും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ട്രെയിനിലേക്ക് തന്നെ തിരികെ കയറി എന്നുള്ളതാണ്. ആ ട്രെയിൻ ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനാണ് എന്നതുകൊണ്ട് തന്നെ അത്തരമൊരു സാധ്യത പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരിക.